അയോധ്യയിൽ 22-ാം തീയതി ബാബറി പൊളിച്ച സ്ഥലത്ത് ഒരു പള്ളി വന്നപ്പോൾ മനോരമയുടെ ഹെഡ്ലൈൻ എന്തായത്? രാമമന്ത്രം അയോധ്യയിൽ. എന്തോ രാമമന്ത്രം? ഞാൻ കേട്ടിട്ടില്ല. ഹിന്ദുക്കളെ ആർക്കെങ്കിലും പറയുമ്പോൾ എന്തോ രാമമന്ത്രം എന്ന്. അന്ന് പത്രങ്ങൾക്ക് എഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഇന്ന് എഡിറ്റേഴ്സ് ഇല്ല, മാധ്യമപ്രവർത്തകർ മാത്രമേ ഉള്ളൂ. പ്രശ്നം അതാണ്. ഇപ്പോൾ പത്രങ്ങളെല്ലാം ക്രൈസിസിലാണ്. പത്രങ്ങൾ ക്രൈസിസിലൊന്നുമല്ല. ഏതെങ്കിലും പത്രമുതലാളി ഒരു കിലോ എങ്കിലും വെയിറ്റ് കുറവ് നിങ്ങൾക്ക് അറിയാമോ ക്രൈസിസ് കാരണം? അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ടോപ്പിക്ക് ഈ അധികാര താല്പര്യങ്ങൾക്ക് കീഴടങ്ങുന്ന മാധ്യമങ്ങൾ, അതൊരു റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. കീഴടങ്ങുന്നില്ലെങ്കിൽ ഇങ്ങനെയൊരു സെമിനാർ ഈ വെയിലെത്തിക്കാൻ നമ്മൾ എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരം ക്വസ്റ്റ്യനിൽ തന്നെ ഉത്തരമുള്ളതാണ്. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം, അധികാരങ്ങൾക്ക് മാധ്യമങ്ങൾ കീഴ്പ്പെടേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്നത്, ആദ്യം നമ്മൾ പറയുന്നത് ജയിലിനെ ഭയം എന്നുള്ളതാണ്. പത്രക്കാർക്ക് ജയിലിനെ ഭയം. ഇപ്പം ഞാനിവിടെ നോക്കുകയാണ്, ശ്രീ ലൂക്കോസ്, ജോൺ ലൂക്കോസിൻ്റെ മുതലാളി, പഴയ മുതലാളി വർഗീസ് മാപ്പിള, അദ്ദേഹം ജയിലിൽ പോയിട്ടുണ്ട്. നികേഷ് കുമാറിൻ്റെ മുതലാളി അടുത്തിടെ ജയിലിൽ പോയിട്ടുണ്ട്. പിന്നെ വിനു വി ജോണിൻ്റെ മുതലാളി അവരൊരിക്കലും ജയിലിൽ പോകില്ല, കാര്യം അവർ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇല്ലായിരുന്നു. പക്ഷേ വിനു വി ജോൺ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. ദാമോദർ പ്രസാദനും ജയിലിൽ പോകേണ്ടി വരില്ല. പക്ഷേ ജയിലിനെക്കാട്ടി ഭീകരനായ ഒരാൾ അദ്ദേഹത്തിൻ്റെ ബോസ്, ഒരു ചാൻസലർ എന്ന് പറഞ്ഞ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം ഇവർക്ക് ആർക്കെങ്കിലും ഭയമുണ്ടെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ ജയിലിൽ പോകാൻ? ഇവർക്കോ ഇവരുടെ മുതലാളിമാർക്കോ? അതായത് വേണ്ടിടത്തും വേണ്ടാടത്തും എല്ലാം നമ്മുടെ പത്രമുതലാളി പറയുന്നത്, എൻ്റെ അപ്പൂപ്പൻ, എൻ്റെ വല്യപ്പൂപ്പൻ, എൻ്റെ മറ്റേ അച്ഛൻ, എൻ്റെ വല്യച്ഛൻ, ഇവർ ജയിലിൽ പോയിട്ടുണ്ട്. ഇവർക്കെല്ലാം ജയിലിൽ പോകാൻ പറ്റിയാൽ ഇപ്പോൾ ഉള്ള മുതലാളിമാർക്ക് എന്തുകൊണ്ട് ജയിലിൽ പോകൂടാ? അപ്പോൾ ഇത് വെറുതെ പറയുന്നതാണ്. ജയിലിൻ്റെ ഭയം എന്ന് പറയുന്നത് വെറുതെ പറയുന്ന ഒരു പൊള്ളയായ ഇരവാദമാണ്. ജയിലിൽ പോകാനൊന്നും ഇവർക്ക് പേടിയൊന്നുമില്ല. ഇവന്മാർ പലതും പല കാര്യങ്ങളും ജയിലിൽ പോകണ്ട, പത്രപ്രവർത്തനം കൊണ്ട് പോകുന്നതല്ല. അപ്പോൾ ഈ ജയിൽ എന്ന് പറഞ്ഞ ആളെ പേടിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നത് വെറുതെ ഉമ്മാക്കി കാണിക്കുന്ന പ്രശ്നമാണ് കേട്ടോ. കാരണം സിദ്ദിഖ് കാപ്പൻ ജയിലിൽ പോയിട്ട് അദ്ദേഹം തിരിച്ചു വന്ന് പത്രപ്രവർത്തനം ചെയ്യുന്നുണ്ട്. ഗൗരി ലങ്കേഷിനെ വധിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ അസാസിനേറ്റ് ചെയ്തു, ശരിയാണ്. പക്ഷേ ആ ഗൗരി ലങ്കേഷ് പത്രിക എന്ന പത്രം, അതിനെ സൈലൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ എല്ലാ വർഷവും ഗൗരി ലങ്കേഷിനെ കുറിച്ച് പറയും. ഇതിൽ എത്ര പേര് ഗൗരി ലങ്കേഷ് പത്രികയുടെ ഏറ്റവും പുതിയ ഇഷ്യൂ വായിച്ചിട്ടുണ്ട്? നമ്മുടെ കടമകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? എൻ്റെ ചോദ്യങ്ങൾ ഇതാണ്. നമ്മൾ പറയും പേടിപ്പത്തി. പിന്നെ ഇ ഡി നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ കട്ടൻ കാപ്പി കൊടുക്കുക, അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കൊടുക്കുക. എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലെല്ലാം, നമ്മുടെ പത്രമുതലാളിയുടെ വീട്ടിലെല്ലാം ഇത്രമാത്രം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടോ ഇ ഡി വന്ന് കണ്ടുപിടിക്കാനായിട്ട്? വാട്ട് ആർ ദ ബ്ലഡി ഫിയറിങ്? എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ ഭയക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇവരുടെ ക്ലോസറ്റിനകത്തെല്ലാം എന്തെങ്കിലും സ്കെലിറ്റൻസ് ഉണ്ടെങ്കിൽ then there's no point, they cannot be working in media, you know. അപ്പം നമ്മൾ ഈ ചുമ്മാ ഇങ്ങനെ ആവശ്യമില്ലാതെ ജയിലിൽ പോകേണ്ടി വരും, ഇ ഡി വന്നു, മറ്റോ വന്നു, മറിച്ചോ വന്നു, ഇത് യാതൊരു ദർസ് നോ ബേസിസ്. അത് മാത്രമല്ല, പിന്നീട് പറയും നമ്മൾ കോർപ്പറേറ്റ് വൽക്കരണം. എപ്പോഴാണ് ഇന്ത്യൻ മീഡിയ ഒരു ക്യാപിറ്റലിസ്റ്റ് മുതലാളിത്തത്തിൻ്റെ കീഴല്ലായിരുന്നിട്ടുള്ളത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. സ്വാതന്ത്ര്യത്തിന് ശേഷം അങ്ങനെയായിരുന്നു. ഇപ്പം തുടങ്ങിയത് അദാനിയും അംബാനിയും ഒന്നും അല്ല, അതിന് മുമ്പേ അങ്ങനെ തന്നെയായിരുന്നു. ഹിന്ദുസ്ഥാൻ ടൈംസ് ഓൺ ചെയ്യുന്ന ആരാണ്? ബിർലാസ്. സ്റ്റേറ്റ്സ്മെൻ ഓൺ ചെയ്യുന്ന ആരാണ്? ടാറ്റാസ്. ടൈംസ് ഓഫ് ഇന്ത്യ ഓൺ ചെയ്ത ബ്രിട്ടീഷ് കമ്പനി, ബെനറ്റ് കോൾമാൻ എന്ന കമ്പനി. ഇവരൊന്നും കോർപ്പറേറ്റ് കമ്പനിയല്ലേ? അത് മാത്രമല്ല, നമ്മൾ കൂടെ NDTV എന്തോ ഒരു ഭയങ്കര സംഭവം. NDTV പ്രസിദ്ധീകൃത ഏത് വർഷത്തിലാണ്? നരേന്ദ്രമോദി ഡൽഹിയിൽ പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പാണ്. അവരുടെ കയ്യിലുള്ള അബദ്ധങ്ങൾ കൊണ്ട്, അവരുടെ ആവശ്യമില്ലാത്ത വളരെയധികം ബ്രോഡ് ബേസ്ഡുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് അബദ്ധങ്ങൾ കാണിച്ചിട്ട് ദേ ഹാവ് ടു പേ പ്രൈസ് ഫോർ ദാറ്റ്. അതിന് നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. NDTV പ്രണോറോ ഇരുന്നപ്പോൾ അവർ ഗുഡ് ടൈംസ് എന്ന് പറഞ്ഞ അവർക്ക് ചാനലുണ്ടായിരുന്നു. അതിൻ്റെ സ്പോൺസർ ആരായിരുന്നു? നിങ്ങൾ ആലോചിച്ചു, ആരായിരുന്നു അതിൻ്റെ സ്പോൺസർ? വിജയ് മല്യ. അപ്പോൾ നമ്മൾ ഇത് കോർപ്പറേറ്റ് മീഡിയ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇന്ത്യയിൽ എപ്പോഴും കോർപ്പറേറ്റ് മീഡിയ തന്നെയായിരുന്നു. 1980-കളിൽ, 1990-കളിൽ, 2000-കളിൽ ഗുജറാത്ത് റൈറ്റർ നടത്തിയപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഹോപ്പായിട്ടുള്ള ജേർണലിസ്റ്റ് നേരത്തെ ടൈംസ് ഓഫ് ഇന്ത്യയാണ്. നമുക്ക് ഇന്ന് വിശ്വസിക്കാൻ പറ്റും. പക്ഷെ അന്ന് നടത്തിയ അതാണ്. അതേ ഉടമസ്ഥൻ സമീർ ജെയിൻ തന്നെയാണ് ഇന്നും ഉടമസ്ഥൻ. എന്ത് പറ്റിയ മാറ്റം എന്താണ്? എഡിറ്റേഴ്സ് എന്ന് പറയുന്ന സംഭവം ഒരു എൻഡേഞ്ചർഡ് സ്പീഷീസ്. അന്ന് പത്രങ്ങൾക്ക് എഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഇന്ന് എഡിറ്റേഴ്സ് ഇല്ല, മാധ്യമപ്രവർത്തകർ മാത്രമേ ഉള്ളൂ. പ്രശ്നം അതാണ്. ദിലീപ് പന്മോഹൻ എഡിറ്റർ, അത് നമ്മൾ ഒരുപാട് പരിഹസിക്കും. അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ സാധാരണഗതിയിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്ററായിരുന്നു. അപ്പോൾ അദ്ദേഹം അബദ്ധവശാൽ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു പോയതാണ്. ഇന്ത്യയിലെ ടൈംസ് ഓഫ് ഇന്ത്യ എഡിറ്ററാണ്. ആഫ്റ്റർ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഹി ഹോൾഡ് ദ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജോബ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു. ആളിൽ അങ്ങനെ ആലാക്കി ഇന്നത്തെ ഇതിൽ പറയണമെങ്കിൽ പൊങ്കാല ഇട്ടു. പക്ഷെ നമ്മൾ മറന്ന കാര്യം, അദ്ദേഹം ഈ സമീർ ജെയിൻ്റെ ഏറ്റവും പവർഫുൾ, സമീർ ജെയിൻ ഇപ്പോൾ അത്ര പവർഫുള്ളൊന്നും അല്ല, അന്ന് ആരും നേരിട്ടൊന്നും സംസാരിക്കാൻ പോലും ഭയമുണ്ടായിരുന്ന സമയത്ത് സമീർ ജെയിൻ വൈസ് ചെയർമാൻ ആയിരുന്ന ടൈംസ് ഓഫ് ഇന്ത്യയിലാണ്
1992 ബാബ്രി പൊളിച്ചപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസത്തെ റിപ്പബ്ലിക് ബസ് മാർച്ച് ഫ്രണ്ട് പേജ് എഡിറ്റോറിയൽ എഴുതിയ പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ. ഗുജറാത്ത് റൈറ്റ് നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദിയെ അലോസരപ്പെടുത്തിയ കവറേജ് റിപ്പോർട്ടിംഗ് ആയിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം, ആ ടൈംസ് ഓഫ് ഇന്ത്യ ഉടമസ്ഥത അന്നും ഇന്നും ഇതുപോലെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് അവരിപ്പോൾ കീഴടങ്ങി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിനെന്ത് കാരണം എന്ന് നമ്മൾ അതിനോട്ട് ഞാൻ പിന്നീട് വരാം. മലയാള പത്രങ്ങൾ, മാതൃഭൂമി 1922 ജൂലൈ 13 തോന്നുന്നു അല്ലേ, ജൂലൈ 13 തുടങ്ങിയ പത്രമാണ്. തുടങ്ങാൻ കാര്യം എന്താണ്? ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പേര് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഡിവിഡൻസ് റീപ്പ് ചെയ്ത ഒരു ഗ്രൂപ്പാണ് മാതൃഭൂമി ഗ്രൂപ്പ്. മനോരമയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് അവർ ചെയ്യുന്നത് എന്താണ്? അയോധ്യയിൽ 22-ാം തീയതി ബാബറി പൊളിച്ച സ്ഥലത്ത് ഒരു പള്ളി വന്നപ്പോൾ മനോരമയുടെ ഹെഡ്ലൈൻ എന്തായത്? രാമമന്ത്രം അയോധ്യയിൽ. എന്തോ രാമമന്ത്രം? ഞാൻ കേട്ടിട്ടില്ല. ഹിന്ദുക്കളെ ആർക്കെങ്കിലും പറയാമോ എന്തോ രാമമന്ത്രം എന്ന്? മാതൃഭൂമിയുടെ ഹെഡ്ലൈൻ സമർപ്പണം. ഞാനിത് പറയാൻ കാര്യം, എന്നെ ഇത് വളരെ വേദനിപ്പിക്കുകയും ഷോക്ക് ചെയ്യുന്നതിന് കാര്യം, ഇപ്പോൾ ഒരു ടെലിഗ്രാഫ് എന്ന പത്രം അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല. കാര്യം ടെലിഗ്രാഫ് ഉണ്ടായത് 1982 വർഷങ്ങൾക്ക് ശേഷം. സ്വാതന്ത്ര്യ സമരത്തിന് യാതൊരു റോളും ഇല്ലാത്തൊരു പത്രമാണ്. പക്ഷേ ഈ പത്രങ്ങൾ മാതൃഭൂമി, മനോരമ, ടൈംസ് ഓഫ് ഇന്ത്യ അന്ന് ബ്രിട്ടീഷുകാരുടെ കൂടെ ആയിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, അപ്പം ഇവരെല്ലാം ഞാൻ പറഞ്ഞ പോലെ ആവശ്യത്തിനും അസ്ഥാനത്തും എപ്പോഴും പറയുന്നതാണ്, ഞങ്ങൾ ഫ്രീഡം സ്ട്രഗിൾ അത് ചെയ്തു, എൻ്റെ വല്യച്ഛൻ ജയിലിലായിരുന്നു, മറ്റങ്ങനെ ജയിലിലായിരുന്നു എന്ന് പറഞ്ഞ് വളരെയധികം പ്രോഫിറ്റ്സ് ഉണ്ടാക്കി. അതായത് 75 വർഷത്തിൽ ഏകദേശം ആവറേജ് പ്രോഫിറ്റ്സ് 25% ഇന്ത്യയിൽ ഏത് ഇൻഡസ്ട്രിക്ക് 25 ഓവറിൻ്റെ 25% പ്രോഫിറ്റ്സ് കിട്ടും? 2009 വരെ, അതായത് 1947 തൊട്ട് 2009 വരെ ഇവരുടെ ലാഭം ദേവർ മിൻറ്റിങ് മണി. ആ ലാഭത്തിന് ശേഷം ഒരു 10 വർഷം രാജ്യം ഒരു ക്രൈസിസ് ആകുമ്പോൾ 2014 തൊട്ട് ഇന്ന് വരെ ക്രൈസിസ് ആണെന്ന് നമ്മൾ ക്രൈസിസ് അല്ല എന്ന് വിശ്വസിക്കുകയാണ് ഇങ്ങനെയുള്ള സെമിനാറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ രാജ്യം ഒരു ക്രൈസിസ് ആണെന്ന് വരുമ്പോൾ ലാഭം വേണ്ട, നഷ്ടം സഹിച്ചാൽ ഒരു 10 വർഷമോ 20 വർഷമോ അത് സഹിക്കുമല്ലോ. ദേ ഹാവ് ദ ഡീപ് പോക്കറ്റ്സ് ഫോർ ദാറ്റ്. അത് സഹിച്ചാലും ഞങ്ങൾ വി വിൽ റിട്ടേൺ ടു ദ കമ്മ്യൂണിറ്റി, റിട്ടേൺ ടു ദ സൊസൈറ്റി, റിട്ടേൺ ടു ദ കൺട്രി എന്ന് പറയാൻ ആർജവമില്ലാത്തവർ പത്രങ്ങളെന്ന് വിളിക്കാൻ പാടില്ല, മാധ്യമങ്ങൾ വിളിക്കാൻ പാടില്ല. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ അവർ കീഴടങ്ങുന്നുള്ള സ്വയം കീഴടങ്ങുകയാണ്. എന്തുകൊണ്ടാണ് കീഴടങ്ങൽ? ഞാൻ എത്ര ആലോചിച്ചിട്ട് മതിയാവുന്നില്ല. കാര്യം ഇവർക്കാർക്ക് നരേന്ദ്രമോദി നമ്മൾ പറയും പോലെ പരസ്യമൊന്നും അങ്ങനെ കൊടുക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് പ്രിന്റ് മീഡിയയ്ക്ക് എനിക്കറിയാം ഒരു പത്രത്തിനും നിങ്ങൾ കൊടുക്കൂടെ രാമക്ഷേത്രം വരുമ്പോൾ വരും, ഇനിയിപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ വരും, അതിനേക്കാൾ കൂടുതൽ പരസ്യം നമ്മുടെ കേരള ഗവൺമെൻറ് മനോരമയ്ക്കും മാതൃഭൂമിക്കും ടെലിഗ്രാഫിന് പോലും കേരള കൊണ്ട് കൂടുതൽ പരസ്യം നരേന്ദ്രമോദി തരുന്നതിനെക്കാട്ട് പരസ്യം അവർ തരുന്നുണ്ട്. പിന്നെ എന്നിട്ടും ഒരു സാമ്പത്തികമായ നേട്ടമില്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഈ മനോരമയും മാതൃഭൂമിയും ടൈംസ് ഓഫ് ഇന്ത്യയും ടെലിഗ്രാഫും ഇവർക്കൊന്നും അങ്ങനെ ഭയങ്കര പാതകങ്ങൾ ചെയ്ത കള്ളന്മാരൊന്നുമല്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കണ്ട് ഇപ്പോൾ റെയ്ഡ് നടത്തിയാൽ ഫൈൻ അടിച്ച് തീർക്കാവുന്ന ഉള്ളെങ്കിൽ ജയിലിൽ പോകണം. പക്ഷേ ഇത്ര ഭയക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇത് ഭയമല്ല, ഇത് നമ്മുടെ ഇന്ത്യൻ മീഡിയയുടെ ഓണർഷിപ്പിന്. അത് നമ്മൾ നോക്കിയാൽ അപ്പർ ക്ലാസ്, അപ്പർ കാസ്റ്റ്, ഈ രണ്ട് ഇതും കൂടെ ചേർന്ന ഒരു വല്ലാത്ത മാധ്യമ പ്രവർത്തകരും മാധ്യമ മുതലാളികരും തമ്മിലുള്ള ഒരു, അത് മനഃപൂർവ്വമായിട്ടുണ്ടാകുന്നതല്ല കേട്ടോ. ഇറ്റ്സ് എൻ ഇൻഹെറന്റ് ആൻഡ് അണ്ടർലൈയിങ് ട്രെൻഡ്. ആ ട്രെൻഡ്. പക്ഷേ അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ കഴിഞ്ഞ 75 വർഷവും ഇങ്ങനെ തന്നെ ആയിരുന്നില്ല? ഇങ്ങനെ ആയിരുന്നു. പക്ഷേ ആ 75 വർഷം നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും, ഇടതുപക്ഷത്തിനെയും കോൺഗ്രസിനെയും ജനതാ പാർട്ടികളെയൊക്കെ സോഷ്യലിസ്റ്റ് ലോഹിയ പാർട്ടികളെ കുറ്റം പറഞ്ഞാലും ഒരു സെക്യുലർ മനസ്സെന്നുള്ളൊരു മനസ്സുണ്ടായിരുന്നു. ഇവർക്ക് ഭയമായിരുന്നു, അതിനെ ശരിക്കും ഭയമായിരുന്നു അന്ന്. ഈ കാര്യങ്ങൾ, ഈ വിഷം പുറത്ത് കൊണ്ടുവരുന്ന അന്ന് ഭയമായിരുന്നു. ഇന്ന് അവർക്കറിയാം തീർച്ചയായിട്ടും ഉള്ളിലുള്ള വിഷം, അതായത് ഏകദേശം 75 വർഷത്തോളം ഉള്ളിൽ ബോട്ടിലപ്പ് ചെയ്ത് നമ്മൾ പറയുന്ന ആ വിഷം ചീറ്റിയാൽ ചിലപ്പോൾ വല്ല നല്ല കാര്യം ഗുണമെല്ലാം കിട്ടും, ഗുണം കിട്ടിയില്ലെങ്കിലും അവർക്ക് ഉള്ളിലുള്ള ആ വിഷം പുറത്ത് വരികയാണ്. അതിന് പ്രധാന കാര്യം ഞാൻ പറയാൻ കാര്യം, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് എത്ര മുസ്ലിം എഡിറ്റേഴ്സിൻ്റെ പേര് ഓർമ്മ വരുന്നു ഇന്ത്യയിൽ? ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴെന്നല്ല, 45 തൊട്ട് ഇതുവരെയുള്ള എത്ര മുസ്ലിം എഡിറ്റേഴ്സിൻ്റെ പേര് ഓർമ്മ വരുന്നുണ്ട്? അല്ലമീൻ എന്ന് പറഞ്ഞ് 100 വർഷം ഇപ്പോൾ പൂർത്തിയാക്കിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ എഡിറ്റോറിയൽ എത്ര പേര് വായിച്ചിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പറഞ്ഞ വാക്ക് എന്താണെന്ന് പറയുന്നത് നമുക്കറിയില്ല. നമ്മൾ മനസ്സിലാക്കുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണനെയും സ്വദേശാഭിമാനി രാമകൃഷ്ണനെ പോർത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പബ്ലിഷർ വക്കം മൗലവിയാണെന്ന് നമ്മൾ പറയേണ്ടതല്ലേ? അങ്ങനെ പറയാറില്ല. നമ്മൾ എന്തുകൊണ്ട് പറയുന്നില്ല? നമ്മൾ പറയില്ല. എത്ര ദളിത് എഡിറ്റേഴ്സ് നമുക്കറിയാം. അംബേദ്കർ സ്ഥാപിച്ച പത്രമാണ് മൂകനായകൻ. അതായത് ശബ്ദമില്ലാത്തവർക്ക് മൂകരായ ശബ്ദമില്ലാത്തവർക്ക് ശബ്ദം കൊടുക്കുന്ന ഉള്ള ഹീറോ എന്ന് മൂകനായകൻ എന്ന പത്രം. ആ പത്രം പൂട്ടിപ്പോയി. പക്ഷേ ഒരു 5 വർഷം മുമ്പ് ഒരു വനിത അത് വീണ്ടും റിവൈവ് ചെയ്ത് മൂകനായകൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ദളിത് ഇഷ്യൂസിലെ ഏറ്റവും നല്ല ന്യൂസ് സ്റ്റോറീസ് വരുന്ന ഒരു വെബ്സൈറ്റാണ്. എത്ര മലയാള പത്രങ്ങൾ ഈ വെബ്സൈറ്റിനെ കുറിച്ച് സ്റ്റോറി ചെയ്തിട്ടുണ്ട് ഇവിടെ? എത്ര ടെലിവിഷൻ ചാനലിനെ കുറിച്ച് സ്റ്റോറി ചെയ്യണം ചോദിക്കുകയാണ് ഞാൻ.
അപ്പം നമ്മൾ പറയുന്ന പത്രങ്ങളെല്ലാം ക്രൈസിസിലാണ്. പത്രങ്ങൾ ക്രൈസിസിലൊന്നുമല്ല. ഏതെങ്കിലും പത്ര മുതലാളിയുടെ ഒരു കിലോ എങ്കിലും വെയിറ്റ് കുറഞ്ഞ് നിങ്ങൾക്ക് അറിയാമോ ഈ ക്രൈസിസ് കാരണം? 2009 തൊട്ട് ക്രൈസിസ് എന്ന് പറയാണ്. ഏതെങ്കിലും ഒരു പത്ര മുതലാളി ഇതിനൊക്കെ അവർ നടക്കുന്നതിനേക്കാൾ ചെറിയൊരു കാറിൽ സഞ്ചരിച്ചാലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പത്ര മുതലാളി നമ്മൾ വാട്ടറിലും ഹാർവാർഡിലും ഓക്സ്ഫോർഡിലും പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ വേർ ഇസ് എ ക്രൈസിസ്? ക്രൈസിസ് വരുന്ന ശമ്പളം കൊടുക്കാനും ഇൻക്രിമെന്റ് കൊടുക്കാനും ഉള്ള മാത്രമേ ക്രൈസിസ് ഉള്ളൂ, അല്ലാതെ ക്രൈസിസ് ഇല്ല. ഏതെങ്കിലും ഒരു പത്ര യൂണിയനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ? യൂണിയൻ ഇല്ല. യൂണിയനെ കംപ്ലീറ്റ് ഡിസ്ട്രോയ്ഡ് എവരിത്തിങ്. KUAA എന്ന് പറഞ്ഞ യൂണിയൻ, പക്ഷേ KUAA പോലും പലപ്പോഴും പറയേണ്ട കാര്യങ്ങൾ പറയുന്നില്ല. ഈ കോഴിക്കോട്ട് 2 ആഴ്ച മുമ്പ് മറുവാക്ക് എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ട്. എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയാമെന്നറിയില്ല. അംബിക എന്ന് പറഞ്ഞ കൂട്ടി, അതിനെക്കുറിച്ച് പോലീസ് കേസെടുത്തു. KUJ എന്തെങ്കിലും ചെയ്തിട്ടോ എനിക്ക് അറിയില്ല. ചെയ്ത് കാണണം. ഐ ഹോപ്പ് ദേ ഹാവ് ഡൺ സംതിങ്. പക്ഷെ അപ്പം അംബിക പറയുന്നത് എന്താണെന്ന് അറിയാം? അംബിക വിളിക്കുന്ന പത്ര മുതലാളി എന്നാണ്. ആ മറുവാക്കെന്ന് വെച്ചാൽ കാര്യം അവരുടെ ഓണർഷിപ്പിലാണ് നടത്തുന്നത്. അവരെങ്ങനെയാണ്? ഞാൻ അതിനടുത്തോളം അവർ മാവോയിസ്റ്റൊന്നുമല്ല. ഞാൻ അതിനടുത്തോളം അവർക്ക് കിട്ടിയ PF തേജസ് എന്ന പത്രം പൂട്ടിയപ്പം ആ കിട്ടിയ PF ഫണ്ട് അത് ഇൻവെസ്റ്റ് ചെയ്താണ് ആ പത്രം എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി നടത്തിക്കൊണ്ട് പോവുകയാണ്. ഇന്ത്യൻ ജേർണലിസ്റ്റിൽ എത്ര പേര് പ്രോവിഡന്റ് ഫണ്ട് എടുത്തൊരു പത്രം നടത്തിയിട്ടുണ്ട് എനിക്കറിയില്ല. ഇവരെയൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണ്. എത്ര ടെലിവിഷൻ ചാനൽ, എത്ര അന്തിച്ചർച്ച നമ്മൾ ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. അപ്പം ഇതൊന്നും ചെയ്യാതെ മാധ്യമങ്ങൾ കീഴടങ്ങുന്നു. പേടിയാണ്. ഞാൻ പറഞ്ഞ അട്ടർ റബിഷ്. ഇവർക്ക് യാതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ദർ പാർട്ട് ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെന്റ്. ഇപ്പോൾ ക്രൈസിസ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ 75 വർഷത്തിലായി ഞാൻ വീണ്ടും എൻ്റെ കണക്കുകൾ ഐ ഹാവ് സം ഫിഗേഴ്സ്. എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ സ്ഥാപനത്തിൽ ജോലിക്കാരനാണ്. കോടികൾ ലാഭം ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞ 25% ഏത് ഇൻഡസ്ട്രിയിലാണ് ഇന്ത്യയിൽ കിട്ടുന്നത്? എങ്ങനെ? ഒരേ ഒരു ഇൻഡസ്ട്രി ഉള്ളൂ, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡസ്ട്രി എന്ന് പറയാനൊക്കില്ല. ഇറ്റ്സ് എ പെർസെപ്ഷൻ ഇൻഡസ്ട്രി. അല്ല, ഒരു പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ഇൻഡസ്ട്രിക്ക് 25% ടേൺ ഓവറിന് 20% പ്രോഫിറ്റ് കിട്ടില്ല. അത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കിയവരാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങളെ അടിമപ്പെടുത്തുന്നു, ഞങ്ങളുടെ സാമ്പത്തിക സമ്മർദ്ദം. എന്ത് പ്രശ്നം ഉണ്ടായാലും നരേന്ദ്രമോദിയെ പറഞ്ഞ് ബ്ലെയിം ചെയ്യാന്നുള്ള ഇതാണല്ലോ. ഞാൻ വേറൊരു കാര്യം പറയാം. 2 ആഴ്ച മുമ്പ് കാരവൻ എന്നൊരു മാഗസീൻ കശ്മീരിൽ പത്രങ്ങൾ ചെയ്യേണ്ട സ്റ്റോറിയാണ്, ആരും ചെയ്തില്ല. അവർ കശ്മീരിൽ അവരുടെ റിപ്പോർട്ടറെ അയച്ച് ആർമി ഒരു സിവിലിയൻസിനെ ടോർച്ച് ചെയ്ത് കൊന്നു എന്നുള്ള അലിഗേഷനെ കുറിച്ചൊരു ഒരു റിപ്പോർട്ട്. വളരെ നല്ല ഒരു റിപ്പോർട്ടാണ്. അത് പുറത്തു വന്നു ഒരാഴ്ച അത് ഗവൺമെൻറ് കണ്ടില്ലെന്ന് അടിച്ചു. അതിനുശേഷം പെട്ടെന്ന് അവരുടെ തോന്നി ടു ടേക്ക് ഇറ്റ് ഡൗൺ എന്ന് പറഞ്ഞ് വെബ്സൈറ്റിൽ നിന്ന് അത് മാറ്റി. വെബ്സൈറ്റിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു. അവർ ഓബിയസ്ലി അല്ലെങ്കിൽ അവർ ദേ വിൽ ടേക്ക് ഡൗൺ ദ ഹോൾ സൈറ്റ്. അവർ ഗവൺമെൻറ് പറഞ്ഞാൽ ചെയ്താലേ പറ്റുള്ളൂ. പക്ഷേ 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ വേദൻ്റെ വയറ് ദേ റീപബ്ലിഷ് ദറ്റ് ആർട്ടിക്കിൾ. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും എൻ്റെ എക്സെപ്റ്റ്സ് ഇപ്പോഴും അവിടെ ഉണ്ട്. ഒറിജിനൽ ആർട്ടിക്കിൾ അവർ എടുത്തു വളഞ്ഞുകൊണ്ടില്ല. ഇത് ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ എത്ര പത്രങ്ങൾ ഇത് ചെയ്തു? പത്രങ്ങൾ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യേണ്ടത്? ആലോചിച്ചോ, ഒരു 100-120 നമ്മൾ വളരെ അഭിമാനത്തോടെ 90,000 ന്യൂസ് പേപ്പേഴ്സും ടെലിവിഷൻ ചാനൽസ് ഇന്ത്യയിലുണ്ടെന്ന്. ആകെ ഇത് ചെയ്ത് എനിക്കറിയാവുന്ന ഒരേ ഒരു വയർത്തോനം ചാനലാണ്. ഈ 90,000-ൽ 1% 900 അല്ലെങ്കിൽ 900 പേര് ഇതിൻ്റെ റീപബ്ലിഷിങ് എന്തായിരുന്നു ഇമ്പാക്റ്റ് ആലോചിച്ച് നോക്കൂ. എന്ത് ചെയ്യാൻ പറ്റും നരേന്ദ്രമോദി? 900 വെബ്സൈറ്റ് പത്രങ്ങൾ അടച്ചിടാൻ പറ്റുമോ രാജ്യത്ത്? പറ്റില്ല, അത് ചെയ്യില്ലത്. അതിന് ഉദാഹരണമുണ്ട്. കാര്യം അമേരിക്കയിൽ നമ്മളെല്ലാവരും അമേരിക്കയെ പരിഹസിക്കാൻ നമുക്ക് വലിയ താല്പര്യമാണ്, മറിച്ച് എന്നൊക്കെ പറയും. ശരിയാണ്, ഒരുപാട് പ്രശ്നങ്ങൾ അമേരിക്കയിൽ. പക്ഷേ പ്രസ് ഫ്രീഡത്തിൻ്റെ കാര്യം വരെയോട് ഞാൻ അമേരിക്കൻ സിസ്റ്റത്തിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. അമേരിക്കൻ ജേർണലിസ്റ്റ് ദേ ഓൾവേസ് സ്റ്റുഡ് ടുഗദർ. പെൻറ്റഗൺ പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് സെയിം സൈന്യം, നമ്മുടെ ഇതും ആർമിയുടേതാണ്. നമ്മളെന്ന് പറഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പെൻറ്റഗൺ പേപ്പേഴ്സ് 1971 ആ സമയത്ത് 72 ആയത് അത് പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യം ന്യൂയോർക്ക് ടൈംസാണ് പബ്ലിഷ് ചെയ്തത്. അതായത് അമേരിക്കൻ ജനങ്ങളെ പെൻറ്റഗൺ, അതായത് ഡിഫൻസ് മിനിസ്ട്രി, അമേരിക്കൻ ഡിഫൻസ് മിനിസ്ട്രി വർഷങ്ങളായിട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള റിപ്പോർട്ട്, റോബർട്ട് മെക്നമയുടെ റിപ്പോർട്ട്, അത് പബ്ലിഷ് ചെയ്തപ്പം നിക്സൺ അഡ്മിനിസ്ട്രേഷൻ കോടതി പോകുന്നു, കോടതി തടയുന്നു. തൊട്ട് പിറ്റേ ദിവസം വാഷിംഗ്ടൺ പോസ്റ്റ് പബ്ലിഷ് ചെയ്ത് തുടങ്ങി. വാഷിംഗ്ടൺ പോസ്റ്റ് തടയുന്നു. ബോസ്റ്റൺ ഗ്ലോബ് മൂന്നാമത്തെ ദിവസം 17 പത്രങ്ങൾ ഈ കേസ് തീരുമാനം 17 പത്രങ്ങൾ കെപ്റ്റ് പബ്ലിഷിങ് ഇറ്റ്. നമുക്കിവിടെ ഒരുമിച്ച് വില കൂട്ടുക അല്ലാതെ, അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മുടെ പത്രങ്ങളെല്ലാം വില കൂട്ടുന്നതല്ല, ഒരുമിച്ച് വില കൂട്ടുന്നതല്ലാതെ ഇങ്ങനെ ഒരു കൊളാബറേഷനോ ഇന്നൊരു കോപ്പറേഷനോ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. പണ്ട് നടത്തിയിട്ടുണ്ട്. ഹിന്ദുവും ഇന്ത്യൻ സോഷ്യലിസ്റ്റും കൂടെ ബോഫർ സമയത്ത് ഇങ്ങനെ ഒരു കൊളാബറേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പിന്നീടൊരു കൊളാബറേഷൻ, അത് ഒരു ആഴ്ച മുമ്പ് 4 ദിവസം മുമ്പ് ന്യൂസ് മിനിറ്റ് ഒരു മലയാളി ആണ് അതിൻ്റെ എഡിറ്റർ ധന്യ രാജേന്ദ്രൻ. ന്യൂസ് മിനിറ്റും ന്യൂസ് ലോണ്ടറിയും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് അതിമനോഹരമായ ജേർണലിസ്റ്റിന് എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ
ഏറ്റവും നല്ല ഇന്ത്യൻ ജേർണലിസ്റ്റിൻ്റെ ഇതായിട്ട് അവർ കൊളാബറേറ്റ് ചെയ്ത് അവർ വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വിച്ച് വാസ് ഇൻ ദ പബ്ലിക് ഡൊമൈൻ. ഇതും നമ്മുടെ മറ്റ് മാധ്യമ വലിയ എന്താ നമ്മൾ ലെഗസി മീഡിയ കൂറ്റൻ അവർ ചെയ്യേണ്ട സ്റ്റോറിയാണ്. അത് ഈ ചെറിയ 2 വെബ്സൈറ്റുകൾ ചേർന്നിട്ട് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഏകദേശം 30ഓളം കമ്പനികൾ BJPക്ക് ഡൊണേഷൻ ചെയ്തിരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ ED റെയ്ഡ് നടന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് പറയും. ഈ സ്റ്റോറി കോൺഗ്രസ് പ്രസ് കോൺഫറൻസ് നടത്തും വരെ ഒരൊറ്റ പത്രങ്ങൾ പിക്കപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ വീണ്ടും ഇങ്ങനെയുള്ള സ്റ്റോറി ഒരു ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ അതിന് എത്രമാത്രം അതിനെക്കുറിച്ച് ഒരു 6, 7, 8 സ്റ്റോറീസ് നമുക്ക് ഒരു എഡിറ്റർ എന്ന നിലയിൽ, ഒരു ചീഫ് റിപ്പോർട്ടർ എന്ന ഒരു ബ്യൂറോ ചീഫ് എന്ന നിലയിൽ അത് ചെയ്യാത്തവർക്ക് അങ്ങനെ ഇരിക്കാൻ അർഹതയില്ല. ഒരു എഡിറ്റർ എന്ന് പറയാനുള്ള അർഹതയില്ല, ഒരു ബ്യൂറോ ചീഫ് എന്ന് പറയാൻ അർഹതയില്ല, ഒരു റിപ്പോർട്ടർ എന്ന് പറയാൻ അർഹതയില്ല. പക്ഷേ നമ്മളിവിടെ അത് ചെയ്യുന്നില്ല. ഇത് ഭയമല്ല, ഇത് അവഗണനയാണ് മനഃപൂർവ്വം. കാര്യം ഇത് അവർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള ഒരു ഇതുണ്ട്. ഇതിൻ്റെ ഭയക്കേണ്ട കാര്യം ഇറ്റ്സ് ഓൾറെഡി ദെയർ ഇൻ പബ്ലിക് ഡൊമൈൻ. ദിസ് ഡേറ്റ ഇലക്ഷൻ കമ്മീഷന്റെ ഡേറ്റയാണ്. അത് ഇന്ന ദിവസം ഇത്രയും ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈസി തന്നെ പ്രസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2-3 ദിവസം മുമ്പ് ഇവിടെ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിലർ ഇതുവരെ ഡൊണേറ്റ് ചെയ്യാത്തവർ പെട്ടെന്ന് റെയ്ഡ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും BJPക്ക് ഡൊണേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒന്നും പറയേണ്ട നമ്മൾ വെറുതെ നമ്മുടെ അമിത്ഷാ പറയും പോലെ ക്രോണോളജി സമജിയെ എന്ന് പറഞ്ഞ പോലെ വെറും ഡേറ്റ് മാത്രം ഇട്ട് മതി. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു വാചകം പോലും പറയണ്ട. ഇന്ന ദിവസം റെയ്ഡ്, ഇന്ന ദിവസം ഇത്ര പൈസ, ഇന്ന ദിവസം റെയ്ഡ്, ഇന്ന ദിവസം ഡൊണേഷൻ എന്ന് മാത്രം കൊടുത്താൽ മതി. ഇതിനകത്ത് യാതൊരു റിസ്ക്കും ഇല്ല. ഒരു കോടതിയും നമ്മളിതിനെ ശിക്ഷിക്കൂല. പക്ഷെ നമ്മൾ ചെയ്യില്ല. ഇത് ആരുടെ ഏത് ഭരണകൂടത്തെ ഭയപ്പെട്ടിട്ടല്ല. ദിസ് ഇസ് കൊളാബറേഷൻ. ഈ ഫ്രഞ്ച് സമയത്ത് നാസികളുമായിട്ട് ഫ്രഞ്ചുകാർ കൊളാബറേഷൻ, അവരെ ഏറ്റവും കൂടുതൽ മൃഗീയമായ രീതിയിൽ ഫ്രഞ്ച് റെസിസ്റ്റൻസ് കൊന്നുകൊണ്ടിരുന്ന ഇവരാണ് ഈ കൊളാബറേറ്റേഴ്സിന്. അങ്ങനെ ചെയ്യണമെന്ന് ഇനി നാളെ എനിക്കെതിരെ കേസ് കൊടുക്കും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞു. കാരണം കൊളാബറേറ്റേഴ്സ് ആർ മോസ്റ്റ് ഡേഞ്ചറസ് ദാൻ ആക്റ്റീവ് സപ്പോർട്ടേഴ്സിനും ഈ കൊളാബറേറ്റേഴ്സിനും. അപ്പോൾ ഇന്ത്യൻ മീഡിയ പലരും, എല്ലാവരും അല്ല, ഞാൻ പറഞ്ഞ പോലെ വയർ അങ്ങനെ പല പത്രം, ന്യൂസ് ലോണ്ടറി ഇതുണ്ട്, അവർക്ക് എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പം ഇന്ത്യൻ മീഡിയ ഇന്ന് ചെയ്യുന്നത് ഈ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ വൃത്തിഹീനമായ, ഏറ്റവും വൃത്തികെട്ട പോക്കൃത്തരം എന്ന് പറയാം, വേറെ പറയാൻ വാക്കുകളില്ല, ആ രീതിയിലുള്ള കാര്യം. അപ്പോൾ ഇതിന് ജസ്റ്റിഫിക്കേഷൻ ഇല്ല. അപ്പോൾ ഇതിന് ഞാൻ നിങ്ങളെയും കുറ്റം പറയും. ഓഡിയൻസ് ഇപ്പം നിങ്ങൾ അറിയപ്പെടുന്ന റീഡേഴ്സ് എന്നല്ല, വ്യൂവേഴ്സ് എന്നല്ല, നിങ്ങൾ അറിയപ്പെടുന്ന ഓഡിയൻസ് എന്നാണ്. അതാണ് പുതിയ ടേം. കാര്യം നിങ്ങൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഓഡിയൻസ് എന്നുള്ളൊരു ഈ ഓഡിയൻസും നിങ്ങൾ എന്തിനാണ് ഈ ചവറൊക്കെ കാണുന്നത്? എന്തിനാണ് ഇത് കാണുന്നത്? ചോയ്സ് ഇല്ലെന്ന് പറയരുതേ. ഇഷ്ടം പോലെ ചോയ്സ് ഉണ്ട്. ദളിത് ദക്സ്തക് എന്ന് പറഞ്ഞു ഉത്തർപ്രദേശിൽ യൂട്യൂബർ, ഇൻഫ്ലുവൻസിങ് ചാനൽ, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 14, എത്ര വെബ്സൈറ്റ്. ഈ ദിന കർണാടകയിൽ ഈ ദിന എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. ഞാൻ ആ കഥ പറഞ്ഞ് ഞാൻ ജേർണലിസത്തിൽ നിന്ന് എൻ്റെ ഏറ്റവും നിരാശകരമായ 3-4 മാസങ്ങൾ പിന്നിടും പോലും എനിക്ക് ഏറ്റവും ഹോപ്പ് വന്ന് ഈ ദിന ആ കഥ ഒരു 5 മിനിറ്റ് കൂടുതലെടുത്ത് ഞാൻ പറയുകയാണ്. 2020 അല്ലെ 2020 ചില IT-യിലെ ദളിത് ചെറുപ്പക്കാർ അവർ പെട്ടെന്ന് അവർ മനസ്സിലാക്കി നമ്മുടെ IT, നമ്മൾ പറയുന്ന വലിയ കൂറ്റൻ സൗധങ്ങൾ, ഗ്ലാസ് ആൻഡ് ക്രോമുള്ള സൗധങ്ങളിൽ ഇവർക്കൊരു ടീം ലീഡർ പൊസിഷൻ ഒന്നാമത് കൊടുക്കില്ല. കിട്ടുകയാണെങ്കിൽ തന്നെ ബാക്കിയുള്ള അപ്പർ കാസ്റ്റ്, അവരുടെ ജൂനിയർ, അവരെ കഴിയുന്നത്ര അവരെ പേഴ്സിക്യൂട്ട് ചെയ്യുക, അവരെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുക, അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ മനസ്സുമെടുത്ത് കുറേ ചെറുപ്പക്കാർ ദേ ലെഫ്റ്റ് IT ഇൻഡസ്ട്രി. അതിനുശേഷം അവർ കർണാടകയിൽ മുഴുവൻ ട്രാവൽ ചെയ്ത്, അവർക്ക് ഇലക്ഷൻ വരികയാണല്ലോ, അടുത്ത നിയമസഭ ഇലക്ഷൻ മുമ്പായിട്ട് അവർ ട്രാവൽ ചെയ്തിട്ട് ഫാമേഴ്സ്, ദളിത് ഗ്രൂപ്പുകളായിട്ട് ഓരോ ആഴ്ചയും 1 വർഷം മുഴുവൻ അവർ ട്രാവൽ ചെയ്തു. എന്നിട്ട് ഒരു ഗ്രൂപ്പ് ഇതായിട്ട് 13,000 വോളണ്ടിയേഴ്സ് അവർ കണ്ടുപിടിച്ചു. ആലോചിച്ച് നോക്കൂ, 13,000 വോളണ്ടിയേഴ്സ്. എന്നിട്ട് അതിൽ നിന്ന് 1,400 പേര് ഡെയിലി ഓരോ ദിവസവും ഫ്രീ ഓഫ് കോസ്റ്റായിട്ട് ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ ഒരു ദളിതിനെയോ ഒരു മുസ്ലിമിനെയോ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആരുടെങ്കിലും നേരെ എന്തെങ്കിലും അക്രമം നടത്തുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ഞങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞാൽ 1,300 ഫ്രീ റിപ്പോർട്ടേഴ്സ്. നമ്മൾ അതിൻ്റെ സ്കെയിൽ നോക്കുമ്പോൾ ന്യൂയോർക്ക് ടൈംസ് എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ പത്രത്തിന് ടോട്ടൽ ജേർണലിസ്റ്റ് 1,400 ആണ്. അത് ഇൻക്ലൂഡിങ് എഡിറ്റേഴ്സ്, റിപ്പോർട്ടേഴ്സ്, ഗ്രാഫിക് ആർട്ടിസ്റ്റ് എല്ലാം കൂടി ചേർന്ന് ജേർണലിസ്റ്റ് ഡെസ്ക് ഇതെല്ലാം കൂടി ചേർന്ന് 1,400 ആണ്. ഇത് റിപ്പോർട്ടേഴ്സ് മാത്രം 1,300 ഓൺ കോൾ. അപ്പോൾ ഈ ചെയ്യുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ ദിവസവും ഒരു 1,000-1,500 അലേർട്ട്സ് അവർ പലർക്കും എഴുതാൻ പോലും അറിയില്ല. അപ്പം SMS ആണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി ഒരു 60 പേരെ അവർ ബാംഗ്ലൂർ ഒരു കെട്ടിടത്തിൽ ഇരുന്നിട്ട് അവർ സോർട്ട് ചെയ്യുക, ഇന്ന് രാവിലെ തൊട്ട് ഇന്ന് ഏതൊക്കെ വാർത്തയാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ. എന്നിട്ട് കർണാടക ഇലക്ഷന് മുമ്പ് ഏറ്റവും ശക്തമായ രീതിയിൽ ഇൻ്റർവെൻഷൻ നടത്തിയ ഒരു മീഡിയ ഗ്രൂപ്പാണ് ഈ ദിന എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പ്. ഈ ദിന അതൊരു പുതിയ ചെറുപ്പക്കാരുടെ ഒരു സംരംഭമാണ്.
അപ്പം ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ കാണണ്ട എന്ന് വിചാരിക്കണം. അപ്പം എന്നെ സംബന്ധിച്ചുള്ള ഇന്ത്യയെ പോലെ വളരെ ഒരു ചെറിയ രാജ്യത്തിൽ, ഒരു നോർത്ത് കൊറിയയോ ഒരു ചെറിയ രാജ്യത്തിൽ സപ്രഷൻ എളുപ്പമാണ്. പക്ഷേ ഇന്ത്യയെ പോലെ ഇറ്റ്സ് എ വെരി വാസ്റ്റ് കൺട്രി. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്ത ഇന്ത്യയെ പോലെ ഒരു വാസ്റ്റ് കൺട്രിയിൽ ഈ സപ്രഷൻ ഒന്നും അത്ര എളുപ്പമല്ല. യു ക്യാൻ റെസിസ്റ്റ്, വേണ്ട രീതിയിൽ നമുക്ക് റെസിസ്റ്റ് ചെയ്യാം. റെസിസ്റ്റ് ചെയ്യുന്നവരുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് ഇപ്പോഴും. അപ്പോൾ ചിലപ്പം നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ പ്രബീർ ഗായസ്തെ പോലെ വളരെ കഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ കാര്യം. എത്ര ഇപ്പോൾ മാസങ്ങളായിട്ട് ജയിലിൽ കിട്ടും. ഞാൻ അതിനടുത്തോളം അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമാണ്. തീർച്ചയായും അങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഞാനത് ലഘൂകരിച്ച് കാണുകയല്ല. പക്ഷേ ഒരു 95% നമ്മുടെ മാധ്യമപ്രവർത്തകരും മാധ്യമ മുതലാളികളും ഇതിനോട് നമ്മൾ പ്രതികരിക്കുന്നില്ല, ഒട്ടുപോലും റെസിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു വളരെ ഖേദകരമായ. അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ദേ ഡിസേർവ് യുവർ സിമ്പതി. യു ഷുഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ സഹതാപം അവർ അർഹിക്കുന്നില്ല. കാര്യം ഈ 75 വർഷം നമ്മുടെ സഹതാപവും നമ്മുടെ പൈസയും കൊണ്ട് ദേ ബിക്കേം ഫാറ്റൻഡ്. മനസ്സിലായില്ലേ? അവർ തടിച്ചു കൊഴുത്ത ഒരു മൂട്ടെ പോലുള്ള ഒരു വർഗ്ഗമാണ്. അപ്പം ഇപ്പോൾ തിരിച്ച് തന്നില്ലെങ്കിൽ ദേ ഡോണ്ട് ഡിസേർവ് അവർ സിമ്പതി. അതുപോലെ അതില്ലെങ്കിൽ നമ്മുടെ മാധ്യമം ഇല്ലാത്ത അങ്ങനെ ഇല്ല. ദർ കനോട്ട് ബി എ വാക്യൂം. നേച്ചർ അബോസ് വാക്യൂം എന്നല്ല. പ്രകൃതി ഒരിക്കലും ഒരു വാക്യൂമിനെ സംബഡി എൽസ് വിൽ ടേക്ക് ദ പ്ലേസ്. അതിന് സമയമായിരിക്കുന്നു. അപ്പം ഞാൻ എന്നെക്കുറിച്ചും കൂടെ അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ പ്രൈവറ്റ് ആയിട്ട് ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയും, നിനക്കിതൊക്കെ പറയാൻ കൊള്ളാം, നിന്നെ പണിയല്ലാതിരിക്കുകയാണ്. എൻ്റെ ശരിയായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ പണിയില്ലാത്ത ഒരു എഡിറ്ററാണ്. ഇപ്പം എൻ്റെ ഡെസിഗ്നേഷൻ എഡിറ്റർ ലാർജ് എന്നാണ്. അത് എൻ്റെ മാനേജ്മെൻറ്റ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ജേർണലിസം ഞങ്ങളുടെ വായനക്ക് അത് വളരെ വളരെ മനോഹരമായ രീതിയിൽ അവർ അവതരിപ്പിച്ചു. കാര്യം നരേന്ദ്രമോദിയെയോ RSSനെയോ മമതാ ബാനർജിയോ പിണറായി വിജയനോ അവർ കുറ്റം പറഞ്ഞു. അവർ പറഞ്ഞത് ഞങ്ങളുടെ വായനക്കാർക്ക് നിങ്ങളെ ഇഷ്ടമല്ല. പിന്നെ എനിക്കൊരു ചോയ്സ് ഇല്ല. ഇപ്പോൾ വായനക്കാർക്ക് ഒരു എഡിറ്ററെ വേണ്ടെങ്കിൽ പിന്നെ നമുക്ക് അപ്പം അതുകൊണ്ട്. പക്ഷേ ഞാൻ എൻ്റെ 30 വർഷത്തെ സുസ്ഥിരമായ സേവന കണക്കിലെടുത്ത് ഒരു സ്റ്റൂളിട്ട് തന്നെ ഇരുത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ ഭാഷ പോലെ ജുവലറിയിൽ സ്റ്റൂളിട്ടിരുത്തുക എന്ന് പറയും. കാര്യം കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുതലാളി തിരിച്ചു പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജുവലറിൽ ഇരിക്കാൻ പറ്റില്ല, മുഴുവൻ നേരം നിൽക്കണം എല്ലാ ദിവസവും. അപ്പോൾ മുതലാളിയുടെ അടുത്ത് സ്റ്റൂൾ ഇട്ടിട്ട് നീ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞ്. അപ്പോൾ എല്ലാവരും പറയുന്നത് ഈ ഒരു ദിവസം മുഴുവൻ നിൽക്കുന്നതിനേക്കാൾ കഠിനമാണ് മുതലാളിയുടെ അടുത്ത് 5 മിനിറ്റ് ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ തനിച്ച ഓടിപ്പൊക്കോളുന്നതാണ് ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ എന്നെ സ്റ്റൂളിട്ട് ഇരുത്തിയിരിക്കുകയാണ്. 3 വർഷമായിട്ട് ഞാൻ കടിച്ചു പിടിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരത്താണ് ഇരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആ ഡിസ്റ്റൻസ് സംടൈംസ് ഹെൽപ്സ്. അപ്പോൾ ഏത് നിമിഷവും എൻ്റെ ജോലി കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. ബട്ട് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് ബട്ട് ഐ വാസ് എൻ എഡിറ്റർ ഫോർ 7 years. 2016 തൊട്ട് 2023 വരെ ഞാൻ എഡിറ്ററായിരുന്നു. ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഐ വാസ് എക്സ്പെക്ടിങ് ദാറ്റ് ഐ വിൽ ലാസ്റ്റ് 1 year. അത് പിന്നെ 2 വർഷമായി, 3 വർഷമായി, 4 വർഷമായി, 5 വർഷത്തിൽ കൂടുതൽ ഒരു എഡിറ്ററായിട്ടിരിക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് ഇറ്റ്സ് അൺറിയലിസ്റ്റിക്. അപ്പോൾ 7 വർഷം ഒരു എഡിറ്ററായിട്ട് ഇരുന്നത് മാത്രമല്ല, ഏകദേശം 2969 2969 ഫ്രണ്ട് പേജ് ഞാൻ പേഴ്സണലായിട്ട് ചെയ്തിട്ടുണ്ട്. നോബഡി ക്യാൻ ടേക്ക് ഇറ്റ് അവേ ഫ്രം മീ. അപ്പോൾ ഈ ജേർണലിസം എന്നുള്ളത് അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, ഇപ്പം എനിക്ക് 55 വയസ്സായി, 55 ഇനിയും എനിക്ക് തോന്നുന്നില്ല മാതൃഭൂമി ജോലി കിട്ടൂല, മനോരമ ജോലി കിട്ടൂല, ടൈംസ് ഓഫ് ഇന്ത്യ ജോലി കിട്ടും. അവരുടെ പോകുന്നിടത്തൊക്കെ ഞാൻ അവരെ തെറി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നിടത്തും ജോലി കിട്ടൂല. പക്ഷേ ദാറ്റ്സ് ഇനഫ്. 7 വർഷം ആയിക്കോട്ടെ. അപ്പം ഞാൻ പറയുന്നത് ചെറുപ്പക്കാരായ പത്രക്കാരാണ്, ചെറുപ്പക്കാരൊക്കെ അധികം കാണുന്നില്ല ഇവിടെ ഉണ്ടെങ്കിൽ ആ 7 വർഷം മതി. അത് ഒരു ദിവസം നമ്മുടെ ലീഗൽ പ്രൊഫഷൻ എപ്പോഴും പറയുന്നത് വൈ ആർ യു ബിക്കമിങ് എ ലോയർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം ഏറ്റവും മനോഹരമായ ഉത്തരം 70 വർഷമോ 60 വർഷമോ ലോ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു ദിവസം 1 day ഇഫ് ഐ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു അപ്ഹോൾഡിംഗ് ദ ലോ, ദാറ്റ് ഇസ് വൈ ഐ വോണ്ട് ടു ബി എ ലോയർ. അതുപോലെ ഒരു ദിവസം ഇഫ് ഐ ക്യാൻ ബി എ ജേർണലിസ്റ്റ്, ഐ ക്യാൻ കോൾ മൈസെൽഫ് എ ജേർണലിസ്റ്റ്, ദാറ്റ്സ് ഇനഫ്. ഇത് പറഞ്ഞുകൊണ്ട് പറയുന്നത്. താങ്ക് യു വെരി മച്ച്.